ഹലോ ഗൈസ്, ഇന്നങ്ങനെ സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. ഇന്ന് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പം അച്ഛനും അമ്മയും ഇല്ല. അവർ പുറത്ത് ഒരാവശ്യമായിട്ട് അവർ പുറത്ത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പോകാനും ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം എനിക്കൊരു കൊതി, മട്ടൻ കഴിക്കാൻ ഒരു കൊതി. അപ്പം നമുക്ക് മട്ടൻ കഴിക്കാൻ പോവാം എന്നുള്ള ഇതിൽ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്താ പറയണ്ടേ, ബാലരാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ബിസ്മി ഹോട്ടലുണ്ട്. അവിടെ എസ് പിയും ബിസ്മിയുമാണ് മട്ടന് ഫേമസ്. പക്ഷേ എനിക്ക് ബിസ്മിയിലെ മട്ടൻ എനിക്ക് കുറച്ചും കൂടെ എനിക്കിഷ്ടമാണ്. അതുമാത്രമല്ല, അവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് താനും മറ്റേ എസ് പിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് എന്താ പറയണ്ടേ, എനിക്ക് അങ്ങനെ ഒരു മട്ടൻ കഴിക്കാൻ പോയാലോ എന്നൊരു ചിന്തയിൽ എങ്കിൽ പിന്നെ പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ബാലരാപുരത്ത് പോയി, ബിസ്മിയിൽ. അങ്ങനെ നമുക്കിനി അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയിട്ട് വന്നിട്ടാണ് ഈ എടുക്കുന്നത്. ഞാൻ ആദ്യം എടുക്കാൻ മറന്നുപോയി. പോയിട്ട് വന്ന ശേഷം ഓക്കെ ആണെങ്കിൽ, ഈ വീഡിയോ എടുത്തത് ഓക്കെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എടുത്തത്. ശരിയായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അവിടെ വീഡിയോ പോകാം. നേരെ അവിടെ നമുക്ക് ബിസ്മിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ ബാലരാപുരത്തെത്തി. അങ്ങനെ ബിസ്മി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ബിസ്മി ഹോട്ടൽ. അപ്പം നമുക്ക് അവിടെ തിരക്കുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ പോയി തിരക്കുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ. അവിടെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മട്ടനാണ് അവിടുത്തെ സ്പെഷ്യൽ. അപ്പം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട കുറച്ച് കോംബോ ഉണ്ട്. അപ്പോൾ അവിടെ കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, പോയി നോക്കട്ടെ. അപ്പം പോയി നോക്കിയിട്ട് ഒക്കെ ഓർഡറൊക്കെ ചെയ്ത ശേഷം നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ബിസ്മി റെസ്റ്റോറൻറ്റ്. ഇത് ബാലരാപുരം പോലീസ് സ്റ്റേഷനിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബിസ്മി ഹോട്ടലുള്ളത്. അങ്ങനെ ബിസ്മി ഹോട്ടലിൻ്റെ അകത്തോട്ട് പോകുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ഹോട്ടലിൻ്റെ അകത്തെത്തി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് മെനു ആണ് ഈ കാണുന്നത്. ലൈവായിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതുകൂടാതെ മട്ടനും അവിടെ ലൈവാണ്. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ എത്തി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ എത്തി. ഇവിടെ എല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നത്. തീരുമ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. ഇത് മട്ടൺ ചാപ്സാണ്. മട്ടൺ റോസ്റ്റാണ്, മാറിപ്പോയി. ഞാൻ മട്ടൺ ചാപ്സാണ് ചോദിച്ചത്, അത് കിട്ടിയില്ല. മട്ടൺ റോസ്റ്റ് പൊറോട്ടയാണ് ആദ്യം പറഞ്ഞത്. ഇത് നല്ലൊരു കോംബോ ആണത്. പിന്നെ ഞാൻ 1-2 ഐറ്റംസൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവിടെ ഇല്ലായിരുന്നു, ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പൊറോട്ടയും അതൊക്കെ വെച്ച് കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചത് മട്ടൺ ചാപ്സും അതേപോലെ മട്ടൺ ഫ്രൈ ഒക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും കിട്ടിയില്ല. അത് റെഡി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയത് റോസ്റ്റാണ്. നല്ല സോഫ്റ്റാണത്. മട്ടൺ റോസ്റ്റ് നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടൺ റോസ്റ്റാണ്. നല്ല ഒരു ഇതായിരുന്നു. നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ക്യാമറയിൽ ആവിയൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഓരോരോ പീസ് പൊറോട്ടയിൽ വെച്ച് അങ്ങനെ കഴിക്കുന്നു. ചൂടായിട്ട് ഓരോ പീസ് വായിക്കകത്ത് വയ്ക്കുമ്പം നല്ല ഒരു സുഖമുണ്ട് തൊണ്ടയ്ക്കൊക്കെ. വേറെ നല്ല ചൂട് മട്ടൻ അങ്ങനെ പോകുമ്പം നമ്മൾ അറിയുക പോലുമില്ല, അങ്ങനെ അലിഞ്ഞു പോകും. ഞാൻ അതിനുശേഷം രണ്ടാമത് ഓർഡർ ചെയ്താണ് ഒറട്ടിയും അതേപോലെ ഒരു ദോശയും ഞാൻ വാങ്ങിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ദോശ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പീസ് എടുത്ത് ഞാൻ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റുണ്ട്. അത് ഇനിയും പ്ലേറ്റിൽ നിറച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. നല്ല ഇതായിട്ട് നല്ല ചൂടായിട്ടിരിക്കുന്ന മട്ടൻ, അത് ഇറങ്ങി പോകുന്നത് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല, അത്ര ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്ന് കഴിച്ചു നോക്കണം. അങ്ങനെ ദോശയിലും എടുത്ത് അങ്ങനെ കറിയായിട്ട് മുക്കി കഴിക്കുന്നതാണ് ഞാൻ നിങ്ങളായി കാണുന്നത്. നല്ലൊരു
ഇതായിരുന്നു. എനിക്ക് ഇതും ഈ ഒരു കോമ്പോ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതെങ്കിലും കൊള്ളാം. പക്ഷേ ദോശ കുറച്ച് പുളി, എനിക്കിപ്പോൾ പൊതുവേ ദോശ പുളിയുള്ളത് എനിക്കിഷ്ടമല്ല. അത് മാത്രമാണ് ഒരു ഇതായിട്ട് പറയാനുള്ളത്. ഒറട്ടിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. നല്ല ഇതായിരുന്നു. ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവസാനത്തെ ദോശയും ഞാൻ മട്ടൻ കറിയും പീസുമായിട്ട് ചേർത്ത് കഴിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഒറട്ടി, ഒരു സെറ്റ് ഒറട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒറട്ടിയും ഞാൻ കഴിച്ച് തീർക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞ് ഇലയൊക്കെ മടക്കി നമ്മളതിനെ കൊണ്ട് വേസ്റ്റ് ബിന്നിലിടണം. അങ്ങനെ ബില്ലൊക്കെ കിട്ടി. ഇത്ര രൂപയാണ് ആയത്, 216 രൂപ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.